ഇന്ന് യൂണിവേഴ്സിന്റെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് ഏതൊക്കെ എനർജി ഓണമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പം യൂണിവേഴ്സിന്റെ എനർജി നോക്കാം. യൂണിവേഴ്സ് എന്താണ് പറയുന്നത്, എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അല്ലെ അനുഭവിക്കുന്നത് ഒക്കെ നോക്കാം. ഒന്നാമത്തെ കാർഡ് ദ വേൾഡിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യമായിട്ട് നല്ല നല്ല കാർഡുകൾ വരട്ടെ. രണ്ടാമത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്പിന്റെ കാർഡാണ്. മൂന്നാമത്തെ കാർഡ് ടവർ എന്ന കാർഡാണ്. നാലാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്പ്, ടു ഓഫ് കപ്പിന്റെ കാർഡാണ്. അഞ്ചാമത്തെ കാർഡ് സെവൻ ഓഫ് കപ്പിന്റെ കാർഡാണ്. ആറാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. ഇത്രയും കാർഡ്സ് നോക്കാം. അതിന് സമയം ഉണ്ടെങ്കിൽ കൊടുക്കാം. അതിലത്തെ കാർഡ് വന്നത് എംബ്രസ് എനർജിയുള്ള കാർഡാണ് അടിയിലത്തെ കാർഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ദ വേൾഡ്, ഓരോരുത്തരുടെ എനർജി പറഞ്ഞപ്പോൾ ദ വേൾഡ് ഇതൊരു മേജർ അർക്കാന കാർഡാണ്. ഇത് പ്രപഞ്ച സൃഷ്ടിയിലുള്ള ഒരു ബന്ധമാണ് ഇതെന്നാണ് കാണിക്കുന്നത് ഓരോരുത്തരുടെ എനർജി നോക്കിയപ്പോൾ. അപ്പം നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് അതിൽക്കുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ ഈ കാർഡിൽ വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരു സഹായങ്ങളോ ഒരു സഹകരണത്തിനോ പോലെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ ആ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ സക്സസ് ആവുന്ന ഒരു എനർജിയാണ് ഈ വേൾഡ് കാർഡിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ എനർജിക്കൊത്ത് പോകുന്നുമുണ്ട്. അപ്പൊ മറ്റുള്ളവരെ നോക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു, ആരോട് സഹകരിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സക്സസ് ആണ് എന്നാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. അപ്പൊ വേൾഡ് കാർഡ് എംബറസ് കാർഡും ബോട്ടം ഓഫ് ദി ഡെക്കും വന്നത് മേജർ അർക്കാന കാർഡ് ആയതുകൊണ്ട് ഇതൊരു പ്രപഞ്ച സൃഷ്ടിയായിട്ടുള്ള ഒരു നിയോഗമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് ക്വീൻ ഓഫ് കപ്സ് എന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സിന്റെ കാർഡ് പറയുന്നത് കുറെ ആൾക്കാരൊക്കെ യൂണിവേഴ്സ് എന്താന്ന് പറയുന്നത് കുറെ ആൾക്കാരൊക്കെ സ്നേഹത്തിന്റെ ഇതാണ്. എപ്പോ എന്റെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും എപ്പോൾ ഇത് കല്യാണം നടക്കും, മറ്റു പല സാഹചര്യങ്ങൾ, ചിലപ്പോൾ നല്ല ജോലി കിട്ടാനായിരിക്കും, നല്ലൊരു ബിസിനസ് തുടങ്ങാനായിരിക്കും, ഈ സാഹചര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആവും, അന്നേരം നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, മുന്നോട്ട് പോകണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദ ടവർ എന്ന കാർഡാണ്. ആർക്കൊക്കെയോ എന്തൊക്കെയോ വലിയൊരു തകർച്ച വരാൻ പോകുന്ന ഒരു കാർഡാണ് ദ ടവർ എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും ആ പ്രശ്നങ്ങളിലൂടെ കുറെ നഷ്ടങ്ങൾ സംഭവിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് എന്നാണ് ഇത് ടവർ കാർഡ് പറയുന്നത്. അപ്പോൾ ഒരു മാനവ ജന്മത്തിൽ നമ്മൾ ഒന്നും കണ്ട് അഹങ്കരിക്കില്ല. ഇപ്പം നേപ്പാളിലെ സ്ഥിതിനെ കണ്ടു, എത്രയൊക്കെ സാമ്പത്തിക ശേഷി ഉണ്ടാകുന്ന പറഞ്ഞാലും പ്രകൃതി ഒന്ന് കോപിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളുടെയൊക്കെ സിറ്റുവേഷൻ. അപ്പം ജീവിച്ചിരിക്കുന്ന 10 ദിവസമാണെങ്കിലും നമ്മൾ മനുഷ്യരോട് നല്ലൊരു സഹകരിക്കുക, നല്ലൊരു സ്നേഹിക്കുക, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പൊ ടവർ എന്ന കാർഡ് പറയുന്ന ആർക്കൊക്കെ വലിയൊരു തകർച്ച വരാൻ പോകുന്നു. ചിലപ്പോൾ ബിസിനസ്സിലാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകാം. ഇപ്പൊ തന്നെ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് തകരാൻ പോകുന്നു, തകർന്ന തരിപ്പണമാകുന്നു, നിങ്ങൾക്കൊരു ഇടിവ് വരാൻ പോകുന്നു എന്നാണ് ഇത് ടവർ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ഈ ടവർ കാർഡ് വന്നെന്നും പറഞ്ഞ് ടവർ കാർഡ് വന്നു അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ ആയി, അങ്ങനെയല്ല. നിങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സ് നിങ്ങളുടെ തകർച്ചയെ കാണിച്ചു തരുമ്പോൾ അതിന്റെ ആഘാതത്തെ നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ കാർഡിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരാൻ പോകുന്ന നെഗറ്റീവ് എനർജി ഇതാണെന്ന് ഈ കാർഡിലൂടെ കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിന് ചെറുത്ത് നിൽക്കാൻ പ്രാപ്തരാകണം. കുറച്ചൊക്കെ നമ്മൾ യേശുമായിരിക്കും, പക്ഷെ പൂർത്തിയായിട്ട് തകർച്ച സംഭവിക്കുവാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത് എന്നാണ് ഈ കാർഡ് നമ്മളെ മെയിൻ ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് ടു ഓഫ് കപ്സിന്റെ കാർഡാണ്. ടു ഓഫ് കപ്സിന്റെ കാർഡ് വരുന്നത് നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരു കപ്പ് ആയിട്ട് ഒരാൾ വരുന്നു എന്നാണ് പറയുന്നത്. ഒത്തിരി ഡിഫറൻസിൽ നിന്നുള്ള ഒരാളാണ് വരുന്നത്, പക്ഷെ നിങ്ങൾക്ക് ആ സ്നേഹത്തിന്റെ കപ്പ് തരാൻ വരുന്നു എന്നാണ്
പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ ആയിരിക്കും നിങ്ങളിലേക്ക് ആ സ്നേഹത്തിന്റെ കപ്പ്. ഇതൊരു സ്പിരിച്വൽ റിലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ കപ്പ് തരാൻ ആ വ്യക്തി വരുന്നത്. ചിലപ്പോൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. ഇപ്പൊ ലോട്ട്സ് ഓഫ് രണ്ടു പക്ഷത്തു നിന്നും വേണ്ട വേണ്ട എന്നൊക്കെ ഉദ്ദേശിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ദിശയിലേക്ക് ഇപ്പൊ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം ഇത് നിങ്ങൾ തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. അന്തരമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ 2 of Cups എന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മില് ചിലപ്പോൾ ജാതി വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ ഏജ് ഡിഫറൻസ് കാണും, ഒത്തിരി അന്തമുള്ള റിലേഷൻ ആണ്. അപ്പൊ അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു കപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നത്. അടുത്തത് 7 of Cups എനർജിയാണ്. 7 of Cups എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് ഓഫ് ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ സാഹചര്യങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ചാൻസുകൾ നമ്മൾക്ക് സൂട്ടായിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ ചില സാഹചര്യങ്ങൾ കൊള്ളാത്തതും ചില സാഹചര്യം കൊള്ളുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കൊള്ളാവുന്നത് ഏതാണോ അതിനെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പം ഈ 2 കാർഡുകൾ അടുത്തടുത്ത് വന്നത് പറയുമ്പോൾ ഇത്ര നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യങ്ങൾ, ഇത്ര നല്ല ബന്ധങ്ങൾ വന്നു കൂടുമ്പോഴും നിങ്ങൾ ഇതിനടിമപ്പെടാതിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലേക്ക് ഇത്ര നല്ലത് വന്നു എന്ന് ഓർത്ത് നിങ്ങൾ ഈ ഒരു മായ പ്രപഞ്ചത്തിൽ അകപ്പെട്ടു പോകാതെ നിങ്ങൾക്ക് നല്ലതെന്ത് എന്ന് പ്രയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഈ കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്നാണ്. നിങ്ങൾ ആരൊക്കെയോ പൈസയുടെ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത്രയും നാള് പൈസ ഒന്നും നിങ്ങൾക്ക് വരുമാനം ഒന്നും ആവാതിരുന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പൈസയുടെ തുടക്കങ്ങൾ വരുന്നു എന്നാണ് ഈ കാർഡ് കാണിച്ചു തരുന്നത്. പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങൾക്ക് നീതി നൽകുന്നു, നിങ്ങളിലേക്ക് പൈസയുടെ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കമായിരിക്കും. ഇത്രയും നാൾ പണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഒക്കെ റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിൽക്കുകയാണ്. നിങ്ങൾ പൈസയുടെ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഡെവിൾ എന്ന കാർഡാണ്. ഇത് മേജർ ആർക്കാനിലെ കാർഡാണ്. ആർക്കൊക്കെയോ ഇത്രയും നാൾ കുറച്ചൊരു ബാഡ് ടൈം ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് വരാൻ പോകുന്നു എന്നാണ് ഇത് ഡെവിൾ എന്ന കാർഡ് പറയുന്നത്. അപ്പൊ ഇത്രയും നാൾ നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു, അതുമൂലം നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടാൻ നിങ്ങളിൽ ഒരു ഗ്രോത്ത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാള് നമ്മള് ഒന്നും സാധിക്കുന്നില്ല, ഒന്നും ഇതാകുന്നില്ല, ഒരു കഷ്ടപ്പെട്ട വല്ലാത്ത എനർജിയിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഒരു മാറ്റം സംഭവിക്കുന്നു, നിങ്ങൾ കുറച്ചുകൂടെ ഗ്രോത്ത് വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത കാർഡ് വന്നത് ഏസ് ഓഫ് വാൻസിന്റെ കാർഡാണ്. അതും പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. ഏസുകളുടെ കാർഡൊക്കെ പുതിയ തുടക്കങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പം പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു നീതിയാണ് അതിന്റെ. അപ്പൊ ആ നീതിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. പിന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 2 of Wands. ഇതൊരു വെയിറ്റിംഗ് എനർജിയുടെ കാർഡാണ്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ചില സാഹചര്യങ്ങളാകാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തികളാകാം, അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ആകാം, നമ്മുടെ ക്രിയേറ്റിവിറ്റി ആകാം, എന്തെങ്കിലും ആകാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കുമോ. അപ്പൊ അതൊരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പം ആ ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എനിക്ക് എന്നിലുള്ള ഈ ടാലന്റ് എനിക്ക് കൊടുക്കായിരുന്നു. അപ്പൊ ചിലവരൊക്കെ ഇല്ലേ കഥകൾ വാങ്ങിക്കുന്നവരും ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് പൈസ കൊടുത്ത് കഥകൾ വാങ്ങിക്കുകയും, അപ്പൊ അങ്ങനെ ചിലപ്പോൾ ടാലന്റ് ആവാം, ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള സ്നേഹമായിരുന്നായിരിക്കും. എന്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിട്ടും അപ്പുറത്തെ വ്യക്തി ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും ഈ 2 of Cups എനർജി. അപ്പം യൂണിവേഴ്സ് പറയുന്നത് എന്താണ്, ഇപ്പം വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ആ വ്യക്തി. അപ്പൊ നിങ്ങളിലേക്ക് അധികം താമസിക്കാതെ വന്ന് ചേരും, ഇല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് ആൾക്കാർക്കൊക്കെ സ്പിരിച്വലായിട്ട് ഒരു അവേക്കനിങ് കാണുന്നുണ്ട്. അപ്പൊ കുറെ പേരൊക്കെ സ്പിരിച്വൽ അവേക്കനിങ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നതിന്റെ ഒരു പ്രോസസ് ആയിട്ട് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് അവസാനമായിട്ട് ഐശ്വര്യമായിട്ട് മജീഷ്യന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ എംപ്രസ് എനർജി ആയിരിക്കാം.
അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കാൻ പോകുന്നു, നിങ്ങളിലേക്കൊക്കെ സക്സസ് വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മജീഷ്യന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മജീഷ്യന്റെ കയ്യിൽ എല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാം കൊണ്ട് സമ്പന്നനായ ഒരാളാണ്. ആ സമ്പന്നനായ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ എംപ്രസ് എനർജി മജീഷ്യ കാർഡുകളിൽ പറയുന്നത്. അപ്പൊ ഇതൊരു പ്രപഞ്ചപരമായ ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഈ വ്യക്തിയെ പ്രതീക്ഷിച്ച് വരുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത്. ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സിന്റെ മെസ്സേജ് ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.